നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ISLൽ മിക്കായിൽ സ്റ്റെഹ്റയുടെ യുഗം ആരംഭിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് മുന്നിൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്ന് ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തോന്നും. മറുഭാഗത്ത് അദ്ദേഹത്തിന് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇവിടെ സൂപ്പർ സ്റ്റാറായിട്ട് വാഴാൻ പറ്റും. കാര്യങ്ങളിലേക്ക് നമ്മൾ വിശദമായിട്ട് വരികയാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു കിരീടമില്ല. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡ്യൂറൻ കപ്പ് അടിച്ചതോടുകൂടി ISLൽ കളിക്കുന്ന എല്ലാവർക്കും കിരീടമുണ്ട്, ബ്ലാസ്റ്റേഴ്സിന് മാത്രം കിരീടമില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം കൂടി വന്നപ്പോൾ ഫാൻസൊക്കെ വലിയ രൂപത്തിൽ ഇപ്പോൾ നിരാശയൊക്കെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പോസ്റ്റുകളും മറ്റുമൊക്കെ വന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറുടെ പ്രതികരണം, ആം ചെയർ വാരിയേഴ്സ് എന്നുള്ള ആ ഒരു പ്രസ്താവനയൊക്കെ അതിൻ്റെ പിന്നാലെ വന്നതുമൊക്കെ നമ്മൾ പല ഘട്ടത്തിൽ കണ്ടു. അപ്പം അങ്ങനെ നിൽക്കുന്നൊരു സീസണാണിത്. 10 സീസണുകൾ കഴിഞ്ഞു പോയപ്പോൾ 3 തവണ കേരള ബ്ലാസ്റ്റേഴ്സ് റണ്ണേഴ്സപ്പ് ആയിട്ടുണ്ട്. എന്നല്ലാതെ കിരീടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ഇത്തവണ കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ മിക്കായിൽ സ്റ്റെഹ്റെ സ്റ്റാറാവും, സ്റ്റാറല്ല സൂപ്പർ സ്റ്റാറാവും, മെഗാ സ്റ്റാറാവും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ കിരീടം ചൂടിക്കൊടുത്ത ആദ്യത്തെ കോച്ചാവും. പക്ഷെ കാര്യങ്ങൾ അപ്പറയുന്ന പോലെ എളുപ്പമാണോ? ഒരു മറുഭാഗമില്ലേ? വലിയ രൂപത്തിൽ ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലില്ലേ? എന്തുകൊണ്ടാണ് ഇത് അത്ര എളുപ്പമുള്ളൊരു ജേണിയല്ല എന്ന് പറയാനുള്ളൊരു കാരണമുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ടീമിനെ സെർവ് ചെയ്ത കോച്ച് ഇവാൻ വുക്കുമനോവിച്ചാണ്. വുക്കുമനോവിച്ച് 3 സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുകയുണ്ടായി. ആദ്യ സീസണിൽ ഫൈനലിലെത്തി, പിന്നെ 2 സീസണുകളിൽ പ്ലേ ഓഫ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വലിയൊരു ഇമ്പാക്റ്റ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാരിസ്മാറ്റിക് ക്യാരക്ടർ ആരാധകരുടെ ഹൃദയത്തിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റിയത് പലർക്കും ഇഷ്ടമായിട്ട് പോലുമില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു കളിയിൽ ടീമിനെ തിരികെ വിളിക്കുക, അതൊരു കോച്ച് സാധാരണഗതിയിൽ ചെയ്യാൻ പാടുള്ള കാര്യമാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ അങ്ങനെ വുക്കുമനോവിച്ച് ചെയ്തപ്പോൾ പോലും ആരാധകരുടെ വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോച്ചിനെയാണ് മിക്കായിൽ സ്റ്റെഹ്റയ്ക്ക് മറികടക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് മിക്കായിൽ സ്റ്റെഹ്റെ എത്തുന്നത്. സോ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്നർത്ഥം. എല്ലാ കണ്ണുകളും കോച്ചിൽ തന്നെയായിരിക്കും ഈ ഒരു സീസണിൽ. ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചിലർ കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്, പകുതി വെച്ച് കോച്ചിനെ സാക്കുന്നത്. എന്തിനാണോ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഇവാൻ വുക്കുമനോവിച്ചിനോടുള്ള ഇഷ്ടം ഒക്കെ സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ടാവും. കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്ന കോച്ച് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഒക്കെ അങ്ങനെയായിരുന്നു. വളരെ പോളിഷ്ഡായിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു ഇവാൻ വുക്കുമനോവിച്ച്. അദ്ദേഹത്തോടുള്ള സ്നേഹം മറ്റൊരാളോടുള്ള എതിർപ്പായിട്ട് മാറുന്നതിൽ ഒരർത്ഥവുമില്ലല്ലോ. എന്തായാലും കിരീടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം. അതാണ് ഒരു പക്ഷേ ISLലെ ഏറ്റവും അധികം പാഷനേറ്റായിട്ടുള്ള ഈ ആരാധക കൂട്ടം വെക്കുന്ന ഒരേ ഒരു ഡിമാൻഡ്. അത് നേടിക്കൊടുത്താൽ കഴിഞ്ഞു. മിക്കായിൽ സ്റ്റെഹ്റെ ഇവിടെ സൂപ്പർ സ്റ്റാർ. അദ്ദേഹം പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് ട്രോഫികൾ നമുക്ക് വിജയിക്കണം, പക്ഷെ അത് ഡേ ബൈ ഡേ എന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ആ ഒരു കിരീടം വേണമെന്ന് തന്നെയാണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു നിമിഷം ഒരു സ്റ്റെപ്പ്, അങ്ങനെ വേണം പോകാൻ. സോ ഈ കിരീടം വരും എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. താരങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്, 100% നൽകി വേണം കളിക്കളത്തിൽ കളിക്കാൻ. കാരണം ഒരു ഫൈറ്ററായിരിക്കണം, ബാഡ്ജിന് വേണ്ടി കളിക്കാൻ തയ്യാറാകണമെന്നൊക്കെ. ആ ഒരു പാഷനും മോട്ടിവേഷനും ഒക്കെ കളിക്കളത്തിൽ താരങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ക്ലബിൻ്റെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ട്രാൻസ്ഫർ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആരാധകർക്ക് എതിർപ്പും മറ്റുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ജീക്സണെ കൊടുത്തതും ഡയമണ്ട് ഡഗോസിനെ കൈവിട്ടതുമൊക്കെ എതിർപ്പായിട്ട് പലരും പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ഫോറിൻ സൈനിങ് അത്ര മോശമായിട്ടുള്ള സൈനിങ് ഒന്നുമല്ല. നോഹ് സദോയിയെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും മുന്നേറ്റത്തിൻ്റെ ബലം കൂട്ടും. പിന്നെ കോയഫിനെ പോലുള്ളൊരു താരം വളരെ വേഴ്സറ്റൈലാണ്. അദ്ദേഹത്തിന് സെൻറ്റർ ബാക്കായിട്ടും മധ്യനിരയിലും കളിക്കാൻ പറ്റും.
അതോടൊപ്പം ഹീസസ് ഹിമിനസിന് മികച്ചൊരു സ്ട്രൈക്കറെ തന്നെ ഒടുവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സമയം ലേറ്റായി പോയി എന്നുള്ളത് മാത്രം അത് എസ് ഡിയും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ മികച്ച ഒരു വിദേശ നിര തന്നെയുണ്ട്. ഓൾറെഡി അഡ്രിയാൻ ലൂണ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ മിലോസും അതുപോലെ പെപ്രയും എല്ലാം ചേരുമ്പോൾ മോശമല്ലാത്തൊരു വിദേശ നിര ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ ഡൊമസ്റ്റിക് മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ പ്രധാനമായിട്ടും ജീക്സിൻ്റെ പോക്കാണ് ആരാധകർക്ക് ഒരു നിരാശയുണ്ടാക്കിയത്. എങ്കിൽ പോലും മോശമല്ലാത്ത ഒരു ഇന്ത്യൻ കോറും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് എസ് ടി പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വളർന്നു വന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ റാങ്കുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള താരങ്ങളെ വെക്കുമ്പോൾ അവരും വളരെ പൊട്ടൻഷ്യൽ ഉള്ളവരാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പം അവിടെ ലഭിക്കേണ്ട ഒരു ചോദ്യം, ഈ സ്ക്വാഡിന് വീക്ക്നെസ് ഉണ്ടല്ലോ, അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീക്ക്നെസ് ഇപ്പം എല്ലാ സ്ക്വാഡുകൾക്കും ഉണ്ടാവുമല്ലോ. പ്രധാനപ്പെട്ടൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ആ റൈറ്റ് വിങ്ങിൽ ആര് കളിക്കും എന്നുള്ളത് തന്നെയാണ്. അതൊരു പ്രധാന ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്ന കാര്യമാണ്. റൈറ്റ് ബാക്ക് പൊസിഷൻ അതൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റ് വേഴ്സറ്റൈൽ താരങ്ങളെ വെച്ച് അവിടെ കളിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഡിഫെൻസീവ് മിഡ് അലക്സാണ്ടർ കോയഫിനെ ഒരു പക്ഷേ അവിടെ ഉപയോഗപ്പെടുത്തിയേക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പറയും മികച്ച ഒരു 11 ബ്ലാസ്റ്റേഴ്സിന് ഫീൽഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും, എന്നാലും ബെഞ്ച് സ്ട്രെങ്ത് എങ്ങനെയുണ്ട് എന്ന്. ശരിയാണ്, ബെഞ്ച് സ്ട്രെങ്ത് ഒരല്പം പുറകിലാണ് എന്ന തോന്നലുണ്ട്, ശരിയാണ്. എന്നാൽ പോലും പലരും പ്രചരിപ്പിക്കുന്ന പോലെ അത്രക്കും പരിതാപകരമായ അവസ്ഥയിലൊന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടീം ഇവിടെയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് മികച്ചൊരു പോരാട്ട വീര്യം കാഴ്ചവെക്കും. പതിവ് പോലെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നെ കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.